കർത്താവിനെ ശിക്ഷ വിധിച്ചു. എന്താണ്? ക്രൂശിക്കണമെന്ന് ശിക്ഷ വിധിച്ചതുകൊണ്ട് അവൻ ആ ശിക്ഷ വിധിക്കപ്പെട്ട ആൾ തന്നെ ക്രൂശെടുത്തുകൊണ്ട് ക്രൂശിക്കപ്പെടുന്ന സ്ഥലത്ത് പോകണമെന്നുള്ളതാണ്, പബ്ലിക്കായിട്ട്. എന്ന് പറഞ്ഞാൽ ഇവൻ ഒരു നിയമം ലംഘിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിയമലംഘിയായ ഇവനെ ക്രൂശിക്കുകയാണ്. ആ ക്രൂശിക്കാൻ വേണ്ടിയിട്ട് അവനെ വിധിച്ചു. അതുകൊണ്ട് അവനെ ക്രൂശിക്കേണ്ട ഇടം ഗോൽഗോഥയിലാണ്, തലയോടിടം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തലയോടിടം എന്ന സ്ഥലത്തേക്ക് യേശു തന്നെ ക്രൂശിൽ ചുമന്നുകൊണ്ട് പോയി. യേശു തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് പോയി. യേശുവിന് നിവൃത്തിയില്ലാതെ വന്നു. യേശുവിന്റെ യേശു ഉരുണ്ടു വീണു. ക്രൂശുമായിട്ട് നടക്കാൻ വയ്യാതെ ഉരുണ്ടു വീണപ്പോ വേറൊരു മനുഷ്യനെ കൊണ്ട് ചുമപ്പിച്ചു. അവനെയും അവനോട് കൂടെ വേറെ 2 ആളുകളെയും, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും, യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. അപ്പം യേശുവിനെ എങ്ങനെയാ ക്രൂശിച്ചതെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് നോക്കാൻ പറ്റും. ഒന്ന്, യേശു നടുക്ക്, ഇങ്ങേ വശത്ത് ഒരു ആള്, അങ്ങേ വശത്ത് ഒരാള്, 2 പേരും കുറ്റക്കാരാണ്. അവരെ ക്രൂശിക്കാൻ വിധിച്ചതാ. അപ്പൊ ഇതിപ്പം യേശുവിനെ ക്രൂശിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് യേശുവിന്റെ കൂടെ അവരെയും ക്രൂശിച്ചു. അപ്പോ ആ ക്രൂശ് മരണം അവനെ, യേശുവിനെ ഒരു സാധാരണക്കാരനാക്കി. എന്നിട്ട് പീലാത്തോസ് എന്ത് ചെയ്തു? ഒരു മേലെഴുത്തെഴുതി ക്രൂശിൽ പതിപ്പിച്ചു. അതിൽ എന്തെഴുതി? 19-ാം വാക്യം, നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്നെഴുതിയിരുന്നു. അവന്റെ പേര് നസറേനായ യേശു. പക്ഷെ ആരാ അത്? യഹൂദന്മാരുടെ രാജാവാണ്. യഹൂദന്മാരുടെ രാജാവിനെയാണ് പീലാത്തോസ് ക്രൂശിക്കുന്നത്. യഹൂദന്മാരുടെ രാജാവിനെയാണ് പീലാത്തോസ് ക്രൂശിക്കുന്നത്. അപ്പോ അവന്റെ കുറ്റം അതാണ്. അവൻ യഹൂദന്മാർക്ക് രാജാവ് ഉണ്ടാകരുത്. കാരണം കൈസറാണ്, കൈസറുടെ ഭരണത്തിന് കീഴിയിരിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഒരു ഭരണാധികാരി അവിടെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ക്രൂശിക്കുന്നത്. യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപമാകിയാൽ അനേക യഹൂദന്മാർ ഈ മേലെടുത്ത് വായിച്ചു. അവന്റെ ആ ക്രൂശിക്കപ്പെട്ടയാള് ചെയ്ത കുറ്റം എന്താണെന്നുള്ളത് എഴുതി വെക്കണം, ആൾക്കാർക്ക് മനസ്സിലാകണം. അതുകൊണ്ട് അവരത് വായിച്ചു, മേലെടുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നു. കാരണം അവിടെ എബ്രായ ഭാഷയാണ് അവരുടെ ഭാഷ. യഹൂദന്മാരുടെ ഭാഷ എബ്രായ ഭാഷയാണ്. അതുകൊണ്ട് എബ്രായ ഭാഷയെ എഴുതി. യേശു എബ്രായനാണല്ലോ. പിന്നെ റോമ ഗവൺമെന്റിന്റെ അധീനതയിലാണ് ഇവരുടെ ഭരണം നടക്കുന്നത്. അതുകൊണ്ട് റോമ ഭാഷയിലും പിന്നെ യവന ഭാഷയിലും എഴുതി. യവനന്മാർ വളരെയധികം ഉള്ള സ്ഥലമാണ്, അവർക്ക് മനസ്സിലാകണം. അപ്പൊ ഇത് ഇങ്ങനെ എഴുതി വെച്ചാല് ഒരു കുറ്റക്കാരനോട് ഗവൺമെന്റ് ഇന്ന പോലെ ചെയ്യും എന്ന് അവർക്ക് മനസ്സിലാകാനായിട്ട് ഇടയാകും. ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട് യഹൂദന്മാരുടെ രാജാവെന്നല്ല എഴുതേണ്ടത്, അവൻ യഹൂദന്മാരുടെ രാജാവല്ല, അതുകൊണ്ട് യഹൂദന്മാരുടെ രാജാവെന്നല്ല എഴുതേണ്ടത് എന്ന് അവർ, അല്ല, യഹൂദന്മാരുടെ രാജാവെന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവ് എന്ന് അവൻ പറഞ്ഞു എന്നത്ര എഴുതേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷേ പീലാത്തോസ് അവിടെ ഒരു കൽപ്പന പ്രവചിച്ചു. അതിന് പീലാത്തോസ് ഞാൻ എഴുതിയത് എഴുതി,
ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അവന്റെ മേലുള്ള കുറ്റം യഹൂദന്മാർ രാജാവാണെന്ന് അവൻ പറഞ്ഞാണ്. അവൻ യഹൂദന്മാർ രാജാവായതുകൊണ്ടാണ് ഞാൻ അവനെ ക്രൂശിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കട്ടെ, നോക്കി, പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവന്റെ വസ്ത്രമെടുത്ത് ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. അപ്പോ 4 പടയാളികളാണ് ക്രൂശിക്കുന്നത്. അതുകൊണ്ടാണ് 4 പങ്കാക്കിയത്. വസ്ത്രം ഇട്ടിട്ട് പിന്നെ ഇപ്പോ ക്രൂശി കിടക്കുമ്പോൾ വസ്ത്രം ഇട്ടുകൊണ്ട് വേണ്ടാമല്ലോ. അതുകൊണ്ട് വസ്ത്രം അഴിച്ച് എടുത്ത് 4ആയിട്ട് അത് പങ്കിട്ട് 4 പങ്കാക്കി. പക്ഷേ അവിടെ ഒരു കാര്യം ഉണ്ടായി. അങ്കിയും എടുത്തു. ഒരു നിലയങ്കി, യേശുവിന് ഒരു നിലയങ്കി ഉണ്ടായിരുന്നു. അവൻ അത് ഇട്ടിരുന്നു. അതുകൊണ്ട് അങ്കിയും അവരെടുത്തു. അങ്കിയോ തുന്നലില്ലാതെ മേൽ തൊട്ട് അടിയോളം മുഴുവനും നെയ്തതായിരുന്നു. ഇത് നമ്മുടെ ഉടുപ്പൊക്കെ തയ്ക്കുമ്പോ അവിടെ സ്റ്റിച്ചസ് ഇല്ലേ? അങ്ങനെ സ്റ്റിച്ചസ് ഇല്ല. ഇത് ഉടുപ്പായിട്ട് തുന്നിയെടുത്തതായിരുന്നു. യേശുവിനെ സ്നേഹിക്കുന്ന സ്ത്രീകള് അവൻ ഉണ്ടാക്കി കൊടുത്ത. അവര് എന്ത് ചെയ്യും? ഇത് നേരിടായിരുന്നു. ഇത് കീറരുത്, ആർക്ക് വരുമെന്ന് ചീട്ടിടുക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഇത് ഒരു പ്രയോജനമുണ്ട്. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള തിരുവെഴുത്തിനും ഇതിനാൽ നിവർത്തി വന്നു. ഓരോ കാര്യവും നടക്കുമ്പോ ഓരോ തിരുവെഴുത്ത് നിവർത്തിയാകുമായിരുന്നു. ഇതിനാൽ നിവർത്തി വന്നു. പടയാളികൾ ഇങ്ങനെയൊക്കെയും ചെയ്തു. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരി ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും, അങ്ങനെ 3 മറിയമാര് യേശുവിന്റെ ക്രൂശിന്റെ അടിയില് ഉണ്ടായിരുന്നു. 3 മറിയമാര് ഉണ്ടായിരുന്നു, നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് തന്റെ അമ്മ അവിടെ നിൽക്കുന്നത് കണ്ടു. ഇനി അമ്മയ്ക്ക് വേണ്ട പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് യേശുവിനൊന്നും കഴിയുന്നില്ല. യേശുവിന്റെ സഹോദരന്മാരാണെങ്കിൽ അവർ തോന്നിയ രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പോ ഈ അമ്മയ്ക്ക് വേണ്ട പ്രൊട്ടക്ഷൻ കിട്ടാം. അതിന് അവനെന്ത് പറഞ്ഞു? യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരി ക്ലെയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് അതിനടുത്ത് താൻ സ്നേഹിച്ച ശിഷ്യൻ യോഹന്നാനെ യേശു വളരെയധികം സ്നേഹിച്ചിരുന്നു. യോഹന്നാനും യേശുവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് യേശുവിനറിയാം അമ്മയെ അവന്റെ പക്കലേൽപ്പിച്ചാൽ അവൻ നോക്കിക്കൊള്ളും. അതുകൊണ്ട് യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട് സ്ത്രീയെ, അത് നമ്മൾ വിചാരിക്കും എന്താ അങ്ങനെ സ്ത്രീയെ എന്നുള്ളൊരു പറച്ചില് പറഞ്ഞ്, അത് ഒരു കളിയാക്കുന്ന പറച്ചിലല്ല, വളരെ വിശുദ്ധം ആയിട്ടുള്ളൊരു വാക്കായിട്ടാണ് അവര് ഉപയോഗിച്ചിരുന്നത്. സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ മകൻ. യോഹന്നാൻ അവിടെ നിൽക്കുന്നു, ഇതാ നിന്റെ മകൻ. ഞാൻ മരിക്കാൻ പോവാ, എന്റെ അനിയന്മാരാരും നിന്നെ വേണ്ടത് നോക്കുന്നില്ല. അതുകൊണ്ട് ഇതാ അവൻ നിന്റെ മകനായിട്ട്, അവനെ നിന്റെ മകനായിട്ട് കണക്കാക്കണം. ഇതാ നിന്റെ ശിഷ്യര് അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മ. അവിടെ ഒരു ബന്ധം ഉണ്ടാകുകയായിരുന്നു, അമ്മ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ വീട്ടിൽ കൈക്കൊണ്ടു. പിന്നീട് യോഹന്നാൻ
യോഹന്നാന്റെ വീട്ടിലായിരുന്നു മറിയ താമസിച്ചതെന്ന് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാം. അതിനുശേഷവും സകലം തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. തിരുവെഴുത്തില് അങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞ ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കർത്താവിനെ ക്രൂശിക്കുകയല്ലേ. അപ്പോ ആ ക്രൂശിക്കുന്ന ഒരു ബന്ധപ്പാടുള്ള ജോലിയാ. ആ ജോലി ചെയ്യുമ്പം ക്ഷീണിക്കുമ്പം എടുത്ത് കുടിക്കാനായിട്ട് ആൾക്കാർക്ക് കുടിക്കാനായിട്ട് വെച്ചിരിക്കുക പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തന്നിന്മേൽ ആക്കി അവന്റെ വായോട് അടുപ്പിച്ചു. പൂശയിലല്ലി കിടക്കുന്നേ, അവിടെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് കവർ ചെയ്യത്തക്കോണം ഈസോപ്പ് തന്നിന്മേൽ ആക്കി അവന് വായോട് അടുപ്പിച്ചു കൊടുത്തു. യേശു ആ പുളിച്ച വീഞ്ഞ് കുടിച്ചു. മുമ്പ് യേശു കുടിച്ചിട്ടില്ല. എന്നാൽ യേശു ഇപ്പോ ആ പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായച്ചു. തല ഒടിച്ചെടുക്കുക, തല ചായച്ചു, മരിച്ചു. ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കും. അന്ന് ഒരുക്കനാളും ആ ശബത്ത് നാൾ വലിയതുമാകൊണ്ട്, വലിയ ശബത്ത് നാൾ എന്ന് പറഞ്ഞാല് അത് 2 ദിവസമാണ്. അതുകൊണ്ട് സാധാരണ ശബത്ത് ഒരു ദിവസമാണ്, വലിയ ശബത്ത് എന്ന് പറഞ്ഞാൽ 2 ദിവസമാണ്. ആ ശബത്ത് നാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ച് എടുക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തേതിന്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവന്റെയും കാലൊടിച്ചു. 3 പേരെ ആയിരുന്നല്ലോ ക്രൂശിച്ചത്. ആ മറ്റ് 2 പേരുടെയും കാലൊടിച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്നു അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ, യേശു മരിച്ചു കഴിഞ്ഞിരുന്നു, മറ്റൊരു 2 മരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ കാല് ഒടിച്ചത്. കാലൊടിക്കുമ്പോൾ ഒരു ദണ്ഡനം ഉണ്ടാകുന്നതുകൊണ്ടും കുറച്ച് രക്തം പോകുന്നതുകൊണ്ടും പെട്ടെന്ന് മരിക്കും എന്നുള്ളതായിരിക്കും അവർ കാലൊടിച്ചതിന്റെ കാരണം. ഈ ഭാഗത്ത് രണ്ടും ചെറിയ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത് യോഹന്നാന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യോഹന്നാൻ എനിക്ക് സുവിശേഷം എടുത്തത്. അപ്പം യേശു സ്നേഹിക്കുന്ന ശിഷ്യൻ എന്ന് പറയുന്നത് യോഹന്നാനാണെന്ന് നമുക്കറിയാം. യോഹന്നാൻ ഒരിക്കലും അത് ഞാനാണ് എന്ന് സ്വന്തമായിട്ട് പറഞ്ഞിട്ടില്ല. എപ്പോഴും യേശു സ്നേഹിക്കുന്ന ശിഷ്യൻ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. യേശുവിന്റെ സ്നേഹം പങ്കുവെച്ച ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഞാൻ എന്നുള്ള ആ ഒരു വലിപ്പം ഒട്ടും പ്രകടിപ്പിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വിനയം പ്രകടിപ്പിച്ച ഒരു വ്യക്തിയാണ് യോഹന്നാൻ. പലരും പലപ്പോഴും കർത്താവിൽ നിന്നും എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങളോ ഒക്കെ പ്രാപിച്ചു കഴിഞ്ഞാൽ വലിയ ആൾക്കാരാവും. ചില ശുശ്രൂഷകരൊക്കെ ആണെങ്കിൽ വലിയ ആൾക്കാരാണ്. പിന്നെ യേശുവിനേക്കാളും വലിയ ശുശ്രൂഷകന്മാരാവുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ. അപ്പൊ അങ്ങനെയുള്ളൊരു സമയത്ത് തൻ്റെ പേര് പോലും താൻ സ്വന്തമായിട്ട് എഴുതിയ സുവിശേഷത്തിൽ എഴുതുവാനായിട്ട് താല്പര്യം കാണിക്കാത്ത അത്രയ്ക്ക് ഒരു വിനയമുള്ള ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു യോഹന്നാൻ. അത് നമുക്കെല്ലാവർക്കും പിന്തുടരാൻ പറ്റുന്നതായിട്ടുള്ള ഒരു സ്വഭാവമാണ്. രണ്ടാമത്, കർത്താവ് എന്റെ ദൈവമേ എന്നെ കൈവിട്ടത് എന്ത് എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം. അപ്പോൾ എന്തുകൊണ്ടാണ് പിതാവിന്റെ അടുത്ത് പുത്രൻ
എന്റെ ദൈവമേ എന്ന് ഒരു സാധാരണ മനുഷ്യൻ പറയുന്നത് പോലെ പറഞ്ഞത് എന്ന് ചിലപ്പോൾ തോന്നാം. എന്നാൽ ആ സമയത്ത് ദൈവം തന്നെ തന്റെ പുത്രനെ ഒരു സാധാരണ മനുഷ്യൻ ആക്കി. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ എല്ലാവരുടെയും ഈ ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരമാണ്. അതായത് പാപത്തിന് വേണ്ടിയുള്ള ശിക്ഷ, നമ്മൾ അനുഭവിക്കേണ്ട മരണശിക്ഷ ഏറ്റെടുത്ത് ക്രൂശന്മേൽ അനുഭവിക്കാൻ വേണ്ടിയിട്ട് ദൈവം നിയോഗിച്ച് അയച്ച തന്റെ പുത്രൻ താൻ വിളിച്ചാൽ സ്വർഗീയ സൈന്യം തന്നെ സഹായിക്കാൻ വരും എന്നുള്ളത് അറിയാം. പക്ഷേ നാളെ മനുഷ്യര് ഇതൊരു മാജിക് ആയിരുന്നു, അവൻ ദൈവമായിരുന്നല്ലോ, അവനെ കൊല്ലുവാൻ ആർക്കും സാധിക്കത്തില്ലല്ലോ, അതുകൊണ്ട് ഇതൊരു ഷോ ആയിരുന്നു എന്ന് പറയരുത് എന്നുള്ളത് കൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ. അപ്പോൾ അതിനും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാവുന്നത് ആ സമയത്ത് ദൈവം തന്റെ മുഖം പുത്രനിൽ നിന്നും മറച്ചു എന്നുള്ളത്. When he looked up to the heavens, he did not see his father. ആ പിതാവിനെ കാണാൻ സാധിക്കും. കാര്യം പിതാവിൽ നിന്നുള്ള ബന്ധം അറ്റ ചില നിമിഷങ്ങളായിരുന്നു. അങ്ങനെ മാത്രമേ യേശുവിന് ആ സമയം ഒരു സാധാരണ മനുഷ്യനാവാൻ സാധിക്കത്തുള്ളൂ. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായ ഒരു വ്യക്തിയായിട്ട് ആ സമയം മാറി. എന്നിട്ടാണ് നമ്മളുടെ പാപത്തിന്റെ ആ ഭാരം, ആ വേദന സഹിച്ച് ക്രൂശിൽ തന്റെ കടമ പൂർത്തിയാക്കി നിവൃത്തിയായി എന്ന് പറഞ്ഞ് പ്രാണനെ പരിമേൽപ്പിക്കും. അപ്പൊ അതിനകത്തൊരു ദുരൂഹതയോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് സംശയങ്ങളൊന്നുമില്ല. ശരിയായ ഒരു യാഗം, പൂർണ്ണതയുള്ള ഒരു യാഗം അവിടെ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിട്ടുപോകുന്ന ഒരു സമയം ഉണ്ടായി പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ദൈവപുത്രൻ വേദനയൊക്കെ സഹിക്കാനുള്ള ശക്തിയൊക്കെ കാണുകയും ഇല്ല. ആ സമയത്ത് ദൈവം തന്റെ പുത്രനിൽ നിന്നുള്ള ബന്ധം കട്ടിച്ചു. ആ സമയത്ത് ഏതൊരു സാധാരണ മനുഷ്യൻ വിളിക്കുന്നത് പോലെ എന്റെ ദൈവമേ, എന്റെ ദൈവമേ നീ എന്നെ പറ്റുള്ളൂ. ആ വലിയ എന്താ പറയുക, നാളെ ഭാവിയില് അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ള ശേഷം മനുഷ്യൻ ഒരിക്കലും ഇതൊരു ദൈവിക ഒരു പ്ലാനിങ് ആയിരുന്നു, അതിനകത്ത് ദൈവമാണ് യേശുവിനെ സഹായിച്ചത് വേദനയൊക്കെ സഹിക്കാൻ, അല്ലെങ്കിൽ സാധാരണ മനുഷ്യന് ഇതൊക്കെ സഹിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. നമ്മൾക്ക് വേണ്ടി നമ്മൾ സഹിക്കേണ്ട വേദന അതേ ശക്തിയിൽ, അതേ തീഷ്ണതയിൽ, അതേ കാഠിന്യത്തിൽ സഹിച്ച് ആണ് നമുക്ക് വേണ്ടി ക്രൂശിൽ നമ്മുടെ കർത്താവ് യാഗം. ഞാനിങ്ങനെ വ്യാഖ്യാനം, നമ്മള് ഓരോ പ്രാവശ്യവും നമ്മൾ ഈ യേശുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും കേൾക്കായിരുന്നു. യേശു ഞാൻ പറഞ്ഞു നിർത്തിയ പോലെ യേശു നമുക്ക് വേണ്ടി മരിച്ചു. നമുക്കതുകൊണ്ട് എന്തുവാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് പാപത്തെ ലഘുവായി കാണുന്ന നമ്മുടെ മനോഭാവത്തിൽ നമുക്കൊരു മാനസാന്തരം ഉണ്ടാവേണ്ടതുണ്ടോ എന്ന കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യവും പാപം ചെയ്തതിനു ശേഷം ഓരോ പ്രാവശ്യവും അറിയാതെ അല്ലെങ്കിൽ ചില സമയങ്ങളിൽ നമ്മുടെ ഉള്ളില് അനേകം ചിന്തകൾ വരുന്നു, അല്ലെങ്കിൽ നമ്മുടെ വിചാരങ്ങൾ നമ്മൾ പാപം ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ വാക്കുകൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത ശേഷം നമ്മൾ ഈ പാപത്തെ ഒരു ലാഘവമായിട്ട് എടുത്തുകൊണ്ട് യേശുവിന്റെ രക്തമുണ്ട് അത് കഴുകിക്കോളൂ എന്ന് വിചാരിക്കുന്ന ഒരു ടാപ്പ് വാട്ടർ പോലെ മുനിസിപ്പാലിറ്റിയുടെ വെള്ളം വരുന്ന ഒരു ലാഘവത്തിലാണോ നമ്മൾ യേശുവിന്റെ രക്തത്തെ കാണുന്നത്? അതെത്ര ഹീനമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും എന്ന് ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവം എന്റെ മനസ്സിലേക്ക് നമ്മൾ എന്നാ പിന്നെ യേശുവിന്റെ രക്തം കഴുകിക്കൊള്ളുന്നത്, ടാപ്പ് ഓൺ ചെയ്താൽ ഇതങ്ങ് വരും എന്നുള്ള നിലയിലാണ് യേശു. എത്ര കാര്യം നമ്മൾ കേട്ട പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മൾ ഓരോ പ്രാവശ്യവും പറയുന്ന പിതാവായ ദൈവത്തിന്റെ ഓമന പുത്രനായിരിക്കുന്ന യേശു ഒരു പാപവും ഇല്ലാതിരുന്നവൻ, ഒരു തെറ്റും ചെയ്യാതിരുന്നവൻ, പാപിയായ തള്ളപ്പെട്ടു പോകാമായിരുന്ന നരകത്തിലേക്ക് പോകാനായിട്ട് മാത്രം വിധിക്കപ്പെട്ടു എന്നെ രക്ഷിക്കാനായിട്ട് യേശു, നമ്മൾ പറഞ്ഞ പോലെ യേശു മുറിവേറ്റു, യേശു നഗ്നനായി, യേശു പ്രാണവേദന സഹിച്ചു, പിതാവിൽ നിന്നുള്ള ആ ഒരു പിതാവിന്റെ ഫെലോഷിപ്പ് കൂട്ടായ്മയിൽ നിന്ന് അന്യപ്പെട്ടു, ഓരോ അവസാനത്തിലുള്ള രക്തം വരെ ഒഴുക്കി ആ രക്തത്തോട് കർത്താവെ ഞാൻ പാപത്തെ ലാഘവമായിട്ട് എടുക്കുന്ന അതിൽ നിന്ന് കർത്താവെ എന്നെ രക്ഷിക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ നിന്ന് വാസ്തവത്തില് ഉയരുകയും കർത്താവെ ഇനി മുതൽ നമ്മള് മനസാന്തരം നമ്മൾ പറഞ്ഞ് തുറമാനം നമ്മൾ കേൾക്കുന്ന പോലെ മനസാന്തരം എന്ന് പറഞ്ഞാല് ശരിക്കും ഇന്നലെ വരെ ഞാൻ ഒരു കാര്യം ചെയ്തുകൊണ്ടിരുന്നു, അതിന് അടിമയായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നു. കർത്താവെ ഇനി നാളെ മുതൽ ഇന്ന് മുതൽ
കർത്താവ് ഞാൻ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്റെ ചില ഡിസിപ്ലിൻ ഇല്ലാത്ത ചില കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ഞാൻ ചില കാര്യങ്ങൾ അല്പസമയം കൂടുതൽ ലോകത്തിന്റെ കാര്യങ്ങൾക്കായിട്ട് ചിലവാക്കുന്ന ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടപ്പം ദൈവാത്മാവ് എന്നോട് മനസ്സിൽ എന്തുകൊണ്ടാണ് ആ നിലയിൽ ഒരു മാനസാന്തരത്തിലേക്ക് നിനക്ക് വരാൻ കഴിയാത്ത, എന്തുകൊണ്ടാണ് ചില കാര്യങ്ങളിൽ ഇപ്പോഴും ലാഘവത്തോടെ ആ കാര്യത്തെ എടുക്കുന്നത്, എന്തുകൊണ്ടാണ് അതിനെ വിട്ടുപോരാൻ കഴിയാത്തത് എന്ന് ചിന്തിക്കാം. നമ്മുടെ കർത്താവ് എത്ര ചില പാപങ്ങളോടുള്ള ബന്ധത്തിൽ ചില വീഴുന്ന വഴികളിൽ നമ്മൾ കണ്ട ശേഷവും നമ്മള് അനാവശ്യമായ സംസാരങ്ങള് ഒക്കെ എത്രയധികം കാര്യങ്ങളെ നമ്മൾ മാനസാന്തരപ്പെടുവാണോ, അതോ കുഴപ്പമില്ല ഞാൻ ഇപ്രാവശ്യം കൊണ്ട് അങ്ങ് പറഞ്ഞേക്കാം, യേശുവിന്റെ രക്തത്തോടെ കിടപ്പുണ്ട്, അത് ടാപ്പ് വാട്ടർ പോലെ ഒഴുകിക്കൊണ്ടിരിക്കുവാന്നുള്ള ഒരു ലാഘവമായ കാര്യത്തെ എടുക്കാതെ കർത്താവെ അത് വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് കർത്താവെ. ഇത് നിർമ്മലം നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ നിർദോഷമായ രക്തം, നിർമ്മലമായ രക്തത്തെ അതിനെ നമ്മൾ കളിയായിട്ട് എടുക്കാനുള്ളതല്ല എന്ന് ഞാൻ എന്നോട് തന്നെ ഈ ഒരു കാര്യം ഓർപ്പിച്ച് ഉണർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് അതിനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കാം. അതിനെ കേവലം നമ്മൾ ഒരാഴ്ച ധ്യാനിക്കുന്ന ഒരു കാര്യമായിട്ടല്ല, വർഷത്തിന്റെ ഒരാഴ്ച ധ്യാനിക്കുന്ന കാര്യമായിട്ടല്ല. കർത്താവേ ആ യേശു എന്തോ ചെയ്യുന്ന ചോദിച്ചാൽ ഇന്നും യേശുവിനെ പറ്റി വായിക്കുമ്പോൾ ഇന്നും നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമ്മുടെ പാപങ്ങൾ കണ്ട ശേഷം അവൻ നമ്മളെ തള്ളിക്കളയാതെ എന്നാ പോട്ട്. നമ്മൾ ചിലപ്പോ നമ്മുടെ പിള്ളേര് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളോട് കേൾക്കുകയും ചെയ്യുന്ന അനുസരണക്കേട് കാണിക്കുന്ന സമയത്ത് എന്നാ പിന്നെ നീ സൗകര്യം പോലെ അങ്ങ് പോ, നീ അങ്ങ് മാറിപ്പോ, എനിക്ക് നിന്നെ ഇപ്പൊ നീ എന്റെ അടുത്ത് അങ്ങ് പോകുന്നു പറയുന്നതല്ല. ദൈവം എപ്പോഴും നമ്മളെ മാറോട് ചേർത്ത് നമ്മളെ പിന്നാലെ വരികയും നമ്മളെ മാനസാന്തരത്തിനായിട്ട് നമ്മളെ ആശ്ലേഷിക്കുകയും നമ്മളെ നടത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ തള്ളിക്കളയാതിരിക്കാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ. കർത്താവിന് മഹത്വം ഉണ്ടാവട്ടെ. ഞാൻ ഇന്ന് വൈകിട്ട് ഇവിടെ ഉണ്ടായിരിക്കേണ്ട ആളല്ല. നേരത്തെ എന്നെ അജയ് ബ്രദർ വിളിച്ചായിരുന്നു. ഈ കറ്റാളത്ത് എവിടെങ്കിലും ഉണ്ടെങ്കിൽ വൈകിട്ട് ഇവിടെ മീറ്റിംഗ് ഉണ്ട് ബ്രദറെ എന്നൊന്ന് പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഞാൻ ഈ അടുത്ത 2-3 ദിവസങ്ങളായി വളരെ തിരക്കിലായിരുന്നു. എൻ്റെ ഫാദറിന്റെ അനുജന്റെ ഒരു മകള് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അവർ മരിച്ചുപോയി. അത് സംബന്ധിച്ചുള്ള ശുശ്രൂഷയും മറ്റു കാര്യങ്ങളുമായിട്ട് വളരെ ഓടുകയും അധ്വാനിക്കുകയും ചെയ്തു. അതിനുശേഷം കോട്ടയത്ത് പോകാനിരിക്കുകയായിരുന്നു. എന്നാൽ എൻ്റെ കാലിനൊരു നീരുമൊക്കെ ഉണ്ടായിട്ട് ഒരു പ്രയാസം പോലെ തോന്നുന്നു. അപ്പൊ ഇന്ന് പോയതായാലും പോകട്ടെ, രാവിലെ ഏതായാലും പോകാം എന്ന് ചിന്തിച്ചു. അങ്ങനെ ഞാൻ കടന്നു വരുവാൻ. നമ്മൾ യേശുക്രിസ്തുവിനെ കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് തീർക്കാൻ പറ്റത്തില്ല. ഓരോ വാക്യങ്ങൾക്കകത്ത് പിന്നെയും ആശയങ്ങളും ചിന്തകളും. ഈ അടുത്ത കാലത്ത് ഡിബേറ്റ് നടത്തുന്ന ഒരു ഹിന്ദു സഹോദരനും മറ്റൊരു നിരീശ്വരവാദിയായ ആളും തമ്മിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഡിബേറ്റ് നടത്തിയപ്പോഴേ ഈ നിരീശ്വരവാദിയായിരുന്ന ആളിനോട് ഹിന്ദു സഹോദരൻ യേശുക്രിസ്തു നല്ല ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പോലും ഉത്തരം പറയാൻ അറിയത്തില്ല. ഇത്ര ഭംഗിയായിട്ട് ആ മനുഷ്യൻ പഠിച്ചു വെച്ച് കർത്താവിനെ കുറിച്ച് ഒരാളെ സംസാരിക്കുന്നു. അദ്ദേഹം തറപ്പിച്ചു പറയും യേശുക്രിസ്തു ജീവിച്ചിരുന്ന ഒരു ദൈവമനുഷ്യനായിരുന്നു എന്നാ പറയുന്നത്. അവരുടെ അറിവിൽ അങ്ങനെയാണ്. അവരുടെ ദൈവമനുഷ്യനായിരുന്നു, ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അല്ലെങ്കിൽ ഈ ചരിത്രം ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് നിങ്ങളെന്താ ചരിത്രം ഉണ്ടാക്കാത്ത? ഇങ്ങനെയൊക്കെ പറഞ്ഞു വാസ്തവത്തിൽ ഉള്ളിലൊരു ധരിപ്പുണ്ടായി. ദൈവമേ, കർത്താവിനെ കുറിച്ച് പറയാൻ ചിലരെ ദൈവം ഇങ്ങനെയൊക്കെ എഴുന്നേൽപ്പിച്ചല്ലോ. എത്ര പറഞ്ഞാലും തീരത്തില്ല. നമ്മുടെ ഇടയിൽ നമ്മളെ പോലുള്ള ആളുകൾ എന്ത് ചെയ്യുന്നറിയാമോ? അപ്പോൾ നമുക്കൊരു ചിന്തയുണ്ട്. നമ്മുടെ അനുഭവത്തിൽ നിന്നുകൊണ്ട് കർത്താവിനെ കുറിച്ച് പറയുന്നത്, കർത്താവിനെ രക്ഷിച്ചു, എന്നെ സൗഖ്യമാക്കി, പിന്നെ എനിക്ക് അത് തന്നു, ഇത് തന്നു, ഇങ്ങനെയുള്ള നമുക്ക് ആദായം ഉണ്ടാക്കി തരുന്ന, ചോദിച്ചാൽ എന്തും തരുന്ന ഒരു കർത്താവ്. അപ്പൊ ചിലർക്ക് സംശയമുണ്ട്, ഈ കർത്താവും ദൈവവും തമ്മിൽ എന്തോ ബന്ധം, വ്യത്യാസം എന്തോ? ആളുകൾക്ക് പിന്നെയും കൺഫ്യൂഷനായി. പ്രത്യേകിച്ച് ഇന്നത്തെ ജനറേഷൻ, ഇന്നത്തെ പുതിയ തലമുറ, അവർക്കൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ ചെറുപ്പക്കാരായ ചില സഹോദരന്മാരോട് ചോദിച്ചു, എടാ നീ 2 വാക്ക് സംസാരിക്കാനൂടെ ശ്രമിക്കും, പാട്ട് തന്നെ പാടാൻ. അപ്പൊ പാട്ട് പാടാൻ ഭയങ്കര ഉത്സാഹം. അത് മാത്രം പറയരുത്. കാരണം വേദോത്സവം ഞങ്ങൾക്ക് കാര്യമായിട്ടൊന്നും അറിയത്തില്ല. നിങ്ങൾ പറയുന്നതൊന്നും പറയാൻ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾക്ക് യേശുവിനെയൊക്കെ അറിയാവുന്നുള്ളതല്ലാതെ അതിന്റെ കിടപ്പും വശവും ഒന്നും ഞങ്ങൾക്ക് പറയാൻ അറിയത്തില്ല. അത് ഞങ്ങൾക്ക് കൂടുതൽ അറിയേണ്ട ആവശ്യമില്ല. അവർക്ക് സ്വാതന്ത്ര്യമാണ് വേണം. യേശു ആണെങ്കിലും കൊള്ളാം, ഇനി എന്നെ ആണെങ്കിലും വേണം, കുറെ സ്വാതന്ത്ര്യം വേണം. ന്യൂ ജനറേഷന്റെ ഒരു ചിന്താഗതിയാണ്.
അവർ പ്രാർത്ഥിച്ചാൽ പോലും അവർക്ക് ഒരു കണ്ണുനീരിന്റെ അനുഭവമോ ഒരു പെയിനുള്ള അനുഭവങ്ങളൊന്നും പുതിയ ജനറേഷൻസ്. പിന്നെയും പഴയ ആളുകളൊക്കെ ആണെങ്കിൽ കർത്താവേ എന്നൊക്കെയുള്ള നെഞ്ചത്തോട് കൈയൊക്കെ ചേർത്ത് വെച്ച് ഒരു വിധേയത്വത്തിന്റെ അനുഭവത്തിൽ അവർക്ക് പ്രാർത്ഥിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, ഒരുപാട് ദൈവവചനം നമുക്ക് അറിയാമെന്നുള്ളത് തന്നെ ഇച്ചിരി അധികപ്പറ്റായി പോകുന്നു എനിക്ക് അങ്ങ് തോന്നി. അങ്ങനെയാണെന്നല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ ഉള്ളിന്റെ ഒരു ചിന്തയാണ്, ഇത്രയൊക്കെ പഠിക്കണം, ഇത്രയൊക്കെ വേണം, അല്ലാതെ കർത്താവ് നമ്മുടെ ഉള്ളത്ത് വരത്തില്ല, കർത്താവ് നമ്മൾ വസിക്കത്തില്ല, കർത്താവ് നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരത്തില്ല. ഇത്രയും പറയണം, ഇത്രയും പ്രാർത്ഥിക്കണം. പക്ഷെ മനുഷ്യരല്ലേ, നമുക്ക് പരിമിതിയുണ്ട്. നമ്മൾ ഇനി ഈ പറയാഞ്ഞിട്ടാ കിട്ടാഞ്ഞത് വേണ്ട, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ മെനക്കെടാഞ്ഞത് കൊണ്ട് എനിക്കത് കിട്ടാതെ പോയത് എന്ന് വരരുത് എന്ന് നമുക്കൊക്കെ മാനുഷികമായ നില ചിന്തിക്കണം. എന്നാൽ സർവശക്തനായ ദൈവം മുന്നമേ ഈ സകല സൃഷ്ടിക്ക് മുമ്പേ തന്നെ നമ്മെ യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് പരമമായ സത്യം. യേശുക്രിസ്തു വന്നില്ലായിരുന്നെങ്കിൽ ഈ പാപികളെ നമ്മളെ എന്തിനു കൊള്ളാം? വല്ല രക്ഷയുണ്ട്? ഒരു രക്ഷയില്ല. എവിടെ ചെന്നാലും ഒരു രക്ഷയില്ല. നമ്മളെ ഭാവികൾ തന്നെ. കർത്താവ് വന്നാലും രക്ഷയില്ല, പോയാലും രക്ഷയില്ല, നമ്മളെ വലിച്ചുകൊണ്ട് പോയാലും രക്ഷയില്ല. കാരണം നമ്മൾ ഭാവികളാണ്. എന്നാൽ യേശുക്രിസ്തു വന്നതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മുടെ സകല പാപങ്ങൾക്കും പ്രായശ്ചിത്തമായി, പരിഹാരമായി, നമുക്ക് വിശ്വസിക്കുവാനും നമുക്ക് ചേർത്ത് അണയ്ക്കുവാനും നമ്മുടെ ഒരു മൂത്ത സഹോദരനെ പോലെ എല്ലായ്പ്പോഴും നമുക്ക് ഉപദേശിച്ചു തരുവാനും കഴിയുന്ന ഒരു പ്രത്യേകമായ അനുഭവമാണ് നമ്മൾ ഡെയിലി ലൈഫിൽ പങ്കിട്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്നുകൊണ്ട് നമുക്കൊരു സ്തോത്രമോ ഒരു ആരാധനാ മനോഭാവമോ ഒക്കെ ഉണ്ടാകുകയാണെങ്കിൽ അത് കർത്താവിന്റെ സന്നിധിയിൽ അതിന് വലിയ വിലയുണ്ട്. അല്ലാതെ മറ്റുമായിട്ട് അപ്പ പിന്നെ അപ്പ കുറെ കഴിയുമ്പോൾ ഇയാൾക്ക് അതിന്റെ കുഴപ്പമുണ്ടെന്ന് തോന്നില്ല. ചുമ്മാതെ ഈ അയലത്തെ അപ്പനെ നമ്മൾ അപ്പാന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണ്. അയലത്തെ അപ്പനെ നമുക്ക് അപ്പാന്ന് വിളിക്കാം, തോമസോടെ അപ്പനാ, പക്ഷെ നമ്മളത് പറയുന്നില്ലെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ചാക്കോച്ചന്റെ അപ്പനാ. അങ്ങനെ ഒരു വ്യത്യാസം. എന്റെ അപ്പ എന്ന് വിളിക്കാനുള്ള ഭാഗ്യമാണ് യേശുക്രിസ്തു നമുക്ക് സമ്പാദിച്ചു തന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. അങ്ങനെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി നൽകിത്തന്ന ഈ രക്ഷയുടെ വലിയ മഹത്വകരമായ അനുഭവം അവൻ എന്നിൽ വസിക്കുന്നു എന്നുള്ളത് കൂടെ നാം ഞാൻ എവിടെ പോയാലും യേശുക്രിസ്തു എന്നിൽ വസിക്കുന്നു, യേശുക്രിസ്തു എന്നിൽ വാഴുന്നു, യേശുക്രിസ്തു എന്നെ ഭരിക്കുന്നു. മോശ പറഞ്ഞു, നീ ഞങ്ങളോട് വരുന്നില്ലേ, ഞങ്ങൾക്ക് പോകാൻ ഒക്കത്തില്ല. അപ്പൊ അതിനേക്കാൾ എത്ര ആഴമുള്ള കാര്യമാണ് നമ്മൾ യേശുക്രിസ്തു നമ്മളോട് ഇല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്നാമത് മനുഷ്യന് വേർതിരിക്കുന്നു, രണ്ടാമത് ലോകം നമുക്ക് യോഗ്യമല്ല. ചിലപ്പോൾ സഭയിലുള്ളവരും നമുക്ക് എപ്പോഴും അത് അനുകൂലമാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാലും എന്റെ കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞില്ല. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഈ ശ്രേഷ്ഠമായ ഒരു അനുഭവം യേശുക്രിസ്തുവിനെ അനുഭവിച്ചറിയുക, രുചിച്ചറിയുക. കർത്താവ് പറഞ്ഞില്ലേ, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കുന്നു. എന്നെ തിന്നുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്തുവാ? യേശുക്രിസ്തുവിനെ നമ്മൾ ഭക്ഷണമായി നമ്മുടെ ഉള്ളിൽ ഉൾക്കൊണ്ട് അവന്റെ വൈറ്റാലിറ്റി, അവന്റെ പ്രോട്ടീൻസ്, അവനെ മാംസം ഭക്ഷിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ. ഇത് യേശുക്രിസ്തുവിൽ എന്തുണ്ടോ അത് നാം സ്വീകരിക്കപ്പെടും. അങ്ങനെ യേശുക്രിസ്തുവിനെ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റും. അത് കേവലം ഒരു ഇമാജിനേഷൻ അല്ല, അത് ലൈഫാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ പോലെ, തിരുവെഴുത്ത് പറയുന്ന പോലത്തെയുള്ള ജീവജലത്തിന്റെ നദികൾ നിങ്ങളിൽ നിന്നൊഴുകും. നമ്മെ ഓരോരുത്തരിൽ നിന്നും അത് ഒഴുകാനായിട്ട് കർത്താവ് നോക്കിയിരിക്കുക. ജീവജലത്തിന്റെ നദികൾ അതെങ്ങനെയാ ഉണ്ടാകുന്നത്? ജീവജലത്തിന്റെ നദി നമ്മൾ ഉണ്ടാകണമെങ്കിൽ നമ്മൾ ജീവജലം കുടിച്ചിരിക്കണം. ഒന്നാമത് അത് അറിഞ്ഞിരിക്കണം. മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കപ്പെടുന്ന നിലയിൽ നമ്മളിൽ ഒരു നിറവുണ്ടാകണം, മറ്റുള്ളവരിലേക്ക് ഒഴുകണം. ജീസസ് ക്രൈസ്റ്റ് ഇന്നും ജീവിക്കുന്നു നമ്മൾ ഓരോരുത്തരിലൂടെ. ഈ കുഞ്ഞുങ്ങളോടൊക്കെ കർത്താവ് ജീവിക്കുന്നു. കർത്താവ് ചിലപ്പോൾ അവരെ കൂടെ നമ്മളോട് സംസാരിച്ചു വരും. ആർക്കും അറിയാതെ ഒരു ഓട്ടോറിക്ഷക്കാരൻ ആത്മാവ് നിറഞ്ഞവനായി സംസാരിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും? വേറൊന്നുമല്ല, എന്നെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യമാണ്. അവന്റെ ഉള്ളിൽ കൂടെ ആത്മാവ് ഇടപെട്ട് അവൻ എന്നെ തിരുത്തുന്ന ഒരു അനുഭവം ഉണ്ടായി എന്ന് വെച്ചോ, ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അവൻ ഇടപെടും.
പരിശുദ്ധാത്മാവോട് സംസാരിക്കും. മറ്റുള്ളവരുടെ കൂടെ ആത്മാവ് നമ്മളോട് സംസാരിക്കും. അപ്പൊ അങ്ങനെ ദൈവത്തിനെ നമ്മിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ, നമ്മളെ നന്നാക്കി എടുക്കുവാൻ, നമ്മളെ കൊള്ളാവുന്ന മനുഷ്യരാക്കി തീർക്കുവാൻ, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കൊള്ളാവുന്ന മനുഷ്യരെ മുസ്ലിങ്ങളാണെന്നാണ് അവരുടെ വാദം. അതേക്കുറിച്ച് ഒരു ഡിബേറ്റ് വന്ന സമയത്ത് അവരാണ് എല്ലാ കർമ്മങ്ങളും ഭംഗിയെ നിറവേറ്റുന്ന അള്ളാഹുവിന്റെ അടുത്ത ആളുകൾ. അങ്ങനെ കുറ്റം പറയും. നമ്മൾ പറയും നമ്മളാണ്, അവന്റെ മക്കളാണ്, പുത്രനാണ്, അവകാശിയാണ്, എല്ലാം പറയും. യഹൂദന്മാർ പറയുന്നത് ദൈവത്തിന് വേണ്ടി മാത്രം നിലപാടെടുത്ത് ചട്ടങ്ങളും ഒക്കെ പ്രമാണിച്ച് കൊല്ലേണ്ടവരെ കൊല്ലും, വെല്ലേണ്ടവനെ വെല്ലും, തിന്നേണ്ടവരെ തിന്നും എന്ന് വേണ്ട, ഒന്നും പോരാത്ത പരുവത്തിലാണ് അവർ നോക്കിയിരിക്കുന്നത് യഹൂദന്മാർ. ഇതിൽ ആരാ നല്ലത്? വാസ്തവത്തിൽ നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. യേശു ക്രിസ്തു നമ്മെ വിലയ്ക്ക് വാങ്ങിയതാണ്. നമ്മെ പോലെ തന്നെ ഇത്ര യോഗ്യതയുള്ള വേറെ ആരുണ്ട്? യഹൂദന്മാരെന്ന് പറഞ്ഞാൽ അവരെ മക്കളൊന്നും വിളിക്കുകയില്ല, ജനം എന്നാ പറയുക, എന്റെ ജനം. അത് കൂടുതൽ വലിയ അധികാരമൊന്നും കർത്താവ് ദൈവം പറയുന്നതൊക്കെ അനുസരിച്ചാൽ മതി, വേറെ ഒന്നും ചോദിക്കണ്ട. ഇതാണ് യഹൂദന്റെ അവസ്ഥ എന്ന് പറയുന്നത്. നമുക്കതാണ് നമുക്ക് വേണ്ടതെല്ലാം സ്വർഗത്തിൽ നിക്ഷേപമായി നൽകിയിട്ട് ഈ കാണുന്നതൊക്കെ ഈ താൽക്കാലികമാണ് പ്രിയരി. ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്. ഇവിടുത്തെ പൊന്നും വെള്ളിയൊക്കെ സ്വർഗത്തിന്റെ മഹിമയുടെ മുമ്പിൽ ഒന്നുമില്ല. ഇവിടെ എന്തുണ്ടെങ്കിലും സ്വർഗത്തിന്റെ മഹിമയുടെ മുമ്പിൽ ഒന്നുമില്ല. അവന്റെ തേജസ് ഉന്നതമാണ്. ആ തേജസ്സിലേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. ഈ ഉന്നത വിളിക്കായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നമ്മൾ വേറൊന്നും ആഗ്രഹിക്കണ്ട. നമുക്കുള്ളത് എന്തുണ്ടോ, നമ്മൾ ആരാണോ, എത്ര വലിയവനാണെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ വരിക, അവന്റെ പുത്രത്വവും നാം പ്രാപിക്കുക, അവനെ അനുസരിക്കുക, അവരെ നമ്മൾ ഭയപ്പെടുന്ന രീതിയിൽ പറയുന്നത്. ഒരു ദൈവഭയം എന്ന് പറയുന്ന ഒരു കാര്യം മതി, അല്ലാണ്ട് ദൈവത്തെ ഭയപ്പെടുന്ന പറയും തലയും കുറിച്ച് നടക്കേണ്ട കാര്യമൊന്നും. എപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ആയിരിക്കണം, തെളിഞ്ഞ മുഖമുള്ളവരായിരിക്കണം. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരു അനുഭവം നമുക്കുണ്ടാകണം, ഒരു എക്സ്പീരിയൻസ് വേണം. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയാത്തവരായിട്ട് നമുക്കായി തീർന്നാൽ എൻ്റെ എനിക്ക് പലരും സംഭവിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളും എനിക്ക് എൻ്റെ ആത്മീയത്തിന്റെ ബോധ്യം അനുസരിച്ചുള്ള കാര്യങ്ങളിൽ ഞാൻ അവരോട് സംസാരിക്കുകയും അവരോടുകയും ചെയ്യും. കഴിഞ്ഞില്ല പറയാൻ എനിക്ക് അത്രയും വലിയ അറിവൊന്നുമില്ല, വലിയ പരിചയമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അറിയില്ല. അതുകൊണ്ട് വിശ്വാസത്തിൽ ജീവിക്കുന്നു എന്നുള്ളത് ഒരു സത്യവും യാഥാർത്ഥ്യവുമായി തീരണം. എവിടെ സ്പർശിച്ചാലും നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഒരു ഉപ്പിന്റെ ഏറ്റവും പൊടി അറ്റം നാക്കെ തൊട്ടാൽ എന്തോ ഒരു ഉപ്പിന്റെ രുചിയാണെന്നറിയാം. എന്താ അതിന്റെ ചെറിയ തന്മാത്രയെ പോലും ഒരു ഗുണമുണ്ട് എന്ന് പറഞ്ഞാലേ നമ്മൾ ഭൂമിയുടെ ഉപ്പാകുന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ ദൈവത്തിന്റെ മുമ്പാകെ വിശ്വസ്തരും കൊള്ളാവുന്നവരും നേരുള്ളവരും. നമ്മുടെ കർത്താവ് ആരാ? പ്രൈസ് ലോർഡ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചവനായ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നന്മയുടെ ഒരു വലിയ ഭണ്ഡാരമാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. അവനെ കാണാതെ പറയുന്നതിന് എത്ര ഉന്നതമായ കാര്യമാണ്. ഞാനത് സംസാരിക്കുന്നില്ല. ദൈവം നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥന ഞാനും ചോദിച്ചുകൊണ്ട് എന്റെ മനസ്സിലേക്ക് വന്ന കാര്യങ്ങള്, ഒന്നാമത് യേശുവിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിനാണ്. അത് യോഹന്നാന്റെ സുവിശേഷത്തിനേക്കാൾ കൂടുതലായിട്ട് മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെല്ലാം ഈ തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന്, ഈ പ്രവചനം നിവൃത്തിയാകേണ്ടതിന് എന്ന് പറഞ്ഞ് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിനാണ്. അതുപോലെ ഈ 190 സങ്കീർത്തനം വായിക്കുമ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ നിന്റെ പുസ്തകത്തിൽ ഇവയെല്ലാം എന്നെ കുറിച്ച് എഴുതിയിരുന്നു. അപ്പൊ എന്നെക്കുറിച്ചും എന്റെ ജീവിതത്തിലും എന്റെ കർത്താവ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഓരോ ദിവസവും നിവൃത്തിയാകുന്നതെന്നുള്ള ഒരു സുബോധം കർത്താവ് എനിക്ക് എന്റെ ജീവിത സാഹചര്യങ്ങളിൽ തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അതുപോലെ പിലാത്തോസിന്റെ മുന്നിൽ നടത്തിയ 2 കൺവെൻഷനെ കുറിച്ച് ഇന്ന് വീണ്ടും കേട്ടു. എന്റെ ജീവിതത്തിലെ കാര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ ഈ 2 കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ് ആശ്വാസം പ്രാപിപ്പാൻ എപ്പോഴും എനിക്ക് ഇടയാകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ലോകത്തിലെ ഒരു കാര്യവും എനിക്ക് എന്റെ രാജ്യം ഐഹികമല്ല.
എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ജീവിക്കണം, എല്ലാം ചെയ്യണം. പക്ഷെ ഇതിലെ ഒരു കാര്യങ്ങളും ഞാൻ പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇതൊന്നും ഞാൻ കൊണ്ടുപോകാൻ പോകുന്നില്ല. എത്ര ദിവസമാണെന്ന് അറിയത്തില്ല. ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം ഉപയോഗിക്കാൻ വേണ്ടി മാത്രം തന്നിരിക്കുന്നതല്ല. അതുകൊണ്ട് അതിനെ അങ്ങനെ തന്നെ കാണാനും, അതുപോലെ കർത്താവ് അനുവദിച്ചില്ലെങ്കിൽ ആർക്കും എന്നോടൊന്നും ചെയ്യാൻ കഴിയില്ല. അത് വാക്കുകൊണ്ടാണേലും ക്രിയ കൊണ്ടാണേലും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യവും ഓർത്ത് കർത്താവിന്റെ മുമ്പിൽ താഴുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മറിയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞല്ലോ. അവിടെ കർത്താവിന്റെ ക്രൂശിങ്കൽ ആ കർത്താവിന്റെ അമ്മ മറിയ നിന്നപ്പോഴ് നമ്മൾ കേട്ടു, ശിമോൻ പറഞ്ഞ കാര്യം കേട്ടു. ശിമോൻ പ്രവാചകൻ പറഞ്ഞ ദൈവഭക്തനായ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം, നിന്റെ ഹൃദയത്തിൽ കൂടി ഒരു വാൾ കടക്കും. പക്ഷെ ആ വാൾ കടക്കുന്ന സമയത്തൊക്കെയും മറിയയ്ക്ക് അവിടെ നിൽക്കാൻ, കർത്താവിന്റെ അമ്മയ്ക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞതിന്റെ റീസൺ തുടക്കത്തിൽ ഗബ്രിയേൽ മാലാഖ കർത്താവിന്റെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾക്ക് ദൈവം കൃപ കൊടുത്താണ് മറിയയുടെ മുമ്പിൽ യേശു കർത്താവ് ഉത്പാദിതമാകാനായിട്ട് അനുവദിച്ചത്. അതുകൊണ്ട് അതിനെ തുടർന്ന് വന്ന എല്ലാ കാര്യങ്ങളിലും യേശുവിന്റെ മരണം വരെയും കണ്ട പുനരുദ്ധാനവും എല്ലാം അതെല്ലാം അനുഭവിക്കാനും കാണാൻ ഇതെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിച്ച് കർത്താവ് ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും സംഭവിക്കുമ്പോഴും അതിന് വേണ്ട കൃപയും കൂടെ കർത്താവ് തരും. എനിക്ക് താഴ്ന്നുണ്ടെങ്കിൽ ആ കൃപ പ്രാപിക്കാൻ എനിക്ക് പറ്റും. അതുകൊണ്ട് കർത്താവ് ഒരു സമയം പോലും കൃപ നഷ്ടപ്പെട്ടു പോകാൻ എനിക്ക് ഇടയാവില്ലേ എന്ന് ഞാൻ കർത്താവിനെ പ്രാർത്ഥിക്കാം. പിന്നെ ഇവിടെ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എനിക്ക് വേണ്ടി ഞാൻ വായിച്ച ഒരു ഫുള്ളി പെയ്ഡ് ഇൻ ഫുൾ. എനിക്ക് വേണ്ടിയിട്ടുള്ളതെല്ലാം കർത്താവ് പൂർണ്ണമായും കൊടുത്തു തീർത്തു കഴിഞ്ഞു. ആ ഒരു വിശ്വാസം കളയാനാണ് പിശാച് മോഷ്ടിപ്പാനും അറുപ്പാനും കുടിപ്പാനും വരുന്നു എന്ന് പറയുമ്പോൾ ഇതാണ് ആദ്യം മോഷ്ടിച്ച് കളയുന്നത്. കർത്താവ് എനിക്ക് വേണ്ടി ഫുള്ളായിട്ട് പേ ചെയ്ത് കഴിഞ്ഞു, അതുകൊണ്ട് ഇനി എനിക്കൊന്നും പേ ചെയ്യാനില്ല എന്ന് പറഞ്ഞാൽ പിശാച് കാണിക്കുന്ന കുറ്റപ്പെടുത്തുന്ന ആ അപവാദത്തിന്റെ മുന്നിൽ നിൽക്കാൻ ഈ ഒരു കാര്യം കർത്താവ് എനിക്ക് വേണ്ടി സകലവും നിർത്തിയാക്കി എന്നുള്ള ആ ഒരു ബോധ്യത്തില് കർത്താവിനോട് ചേർന്ന് ഇപ്പം ഒരിക്കലും കർത്താവിനുള്ള വിശ്വാസത്തിൽ നിന്ന് പിന്നോട്ട് മാറിപ്പോകാതെ ഒന്നും ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ യോഹന്നാനെ വിശ്വസിച്ചേൽപ്പിച്ചപ്പം കർത്താവിനെ കുറിച്ച് വേറെടുത്ത് വായിക്കുന്നുണ്ട്, എവിടെയാണ് എനിക്ക് ഓർക്കുന്നില്ല. അവനിൽ പലരും വിശ്വസിച്ചെങ്കിലും മനുഷ്യനുള്ളതെന്ന് അറിയാവുന്നത് കൊണ്ട് അവൻ തന്നെത്താൻ അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തില്ല. പക്ഷെ ഇവിടെ യോഹന്നാനും മറിയെ വിട്ടുകൊടുക്കുന്നുണ്ട്. അപ്പൊ മറിയെ ഏൽപ്പിക്കാൻ കൊള്ളാവുന്നവനാണ് യോഹന്നാൻ എന്ന് യേശു കർത്താവിന് ബോധ്യമായി. അതുകൊണ്ട് യോഹന്നാന്റെ കയ്യിൽ അമ്മയെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ ഒരു കൊച്ചു കാര്യം പോലും കർത്താവിനെ എന്നെ ഏൽപ്പിക്കണമെങ്കിൽ കർത്താവിന് എന്നിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്നെ ഏൽപ്പിക്കാനുള്ളൂ. എന്താ കോൺഫിഡൻസ്? എനിക്ക് കഴിവുണ്ടെന്നുള്ളതല്ല, അവന് കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിച്ച് അവനിൽ ആശ്രയിക്കുന്നു. തല ചായച്ച് കർത്താവ് എല്ലാ സാഹചര്യത്തിലും ഇതുപോലെ കർത്താവിന്റെ മാറിൽ തല ചായച്ച് നിവൃത്തിയായി എന്ന് പറയുവാൻ തക്കവണ്ണം ഒരു ജയാളിയായിരിക്കാൻ കർത്താവിന്റെ ജീവനെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവളായിരിക്കാൻ തക്കവണ്ണം ഞാൻ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശരിക്കും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഒരു സഫറിങ് എന്തുകൊണ്ടാ ദൈവം അലോ ചെയ്യുന്നത് നമ്മുടെ ലൈഫില്. ഇപ്പം ലോകത്തിലെ പല ആൾക്കാരും ഇച്ചിരി അവര് ഇങ്ങനെ പല തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അവര് ഇങ്ങനെ വളരെ സന്തോഷത്തോടെയൊക്കെ പോകുന്നു. പക്ഷെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർക്ക് അവർക്ക് പല സഫറിങ്സും ഉണ്ടാകുന്നു. ഇന്ന് നിങ്ങൾ ശരിക്കും ഈ ഒരു പോർഷൻ കേട്ടത് എനിക്ക് ഒത്തിരി എൻകറേജിങ് ആയിരുന്നു. അതിനകത്ത് ഓരോരുത്തരുടെയും കർത്താവിന്റെ ആണെങ്കിലും കർത്താവിന്റെ അമ്മയുടെയും സഫറിങ്ങും പിന്നെ പൗലോസിന്റെ സഫറിങ്ങിനെ കുറിച്ച് പറഞ്ഞു. തെരഞ്ഞെടുക്കുമ്പോഴേ സഫർ ചെയ്യാനായിട്ടാ തെരഞ്ഞെടുത്തതെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇപ്പം അത് സ്പെഷ്യലായിട്ട് ഒരു ക്രൗൺ, ക്രിസ്ത്യന്റെ ഒരു ക്രൗൺ, ആ ഒരു ക്രോസ്, അതായത് നമുക്കൊരു ക്രോസ് ദൈവം തരുവാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും
എന്താണ് അത് ദൈവത്തിന്റെ ഇറ്റ് ഈസ് ഗോഡ്സ് വിൽ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുമായിരുന്നു കേട്ടപ്പം. അതിനകത്ത് നമുക്ക് അതിനുശേഷം അവിടെ എല്ലാം എബ്രഹാമിനെ കുറിച്ച് പറഞ്ഞപ്പോഴും വിശ്വാസത്താല് ദൈവത്തെ, അതായത് ഒരു മകനേ ഉള്ളു, ആ മകനെ എത്രയോ വർഷങ്ങൾ കാത്ത് ഇരുന്ന് കിട്ടിയതാ, എന്നിട്ടും പിന്നെയും ആ മകനെ യാഗം കഴിക്കാനായിട്ട് ദൈവം പറയുന്നു. അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ ശരിക്കും എബ്രഹാം അതുപോലെ ദൈവത്തെ ദൈവം റിസറക്റ്റ് ചെയ്യുമെന്ന് വിശ്വസിച്ചു. അതുപോലെ ഓരോ സാഹചര്യത്തിലും എനിക്ക് വിശ്വാസത്താൽ അവിടെ ദൈവത്തെ കാണാനായിട്ട് കഴിയുന്നുണ്ടോ, അതാ ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതോ ഞാന് ആ സാഹചര്യത്തിലെല്ലാം ഇപ്പം കർത്താവിന്റെ അതുപോലത്തെ ഒന്നുമില്ല, നമുക്ക് ചെറിയ ചെറിയ പൊതുവടി പോലത്തെ കാണത്തുള്ളൂ. പക്ഷെ നമ്മൾ ലോകപ്രകാരം ലോകത്തിലെ ആൾക്കാര് അവിടെ എല്ലാം അവർ റിയാക്ട് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കും. പക്ഷെ നമുക്ക് മാത്രം അങ്ങനെ ജീവിക്കാനായിട്ട് എന്താ അവകാശമില്ല എന്നുള്ള പറയുമ്പോ നമുക്കൊരു ടെംപ്ടേഷൻ, എന്തുകൊണ്ട് നമുക്ക് അവിടെ പ്രതികരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ആ ഒരു വിശ്വാസത്താല് സ്വർഗത്തിലേക്ക് നോക്കാനും കർത്താവ് പിതാവിനെ കണ്ടതുപോലെ ഓരോ സാഹചര്യത്തിലും എല്ലാത്തിന്റെയും കൺട്രോളിലായിട്ട് ദൈവം ഉണ്ട്. ദൈവം എല്ലാം കൺട്രോൾ ചെയ്യുന്നുണ്ട്. എല്ലാം ഒരു പുതിയ ഒരു തുടക്കം ഒരിക്കലും ഉണ്ടാകും. നമുക്ക് ഇവിടത്തെ കാര്യങ്ങളിലല്ല ഫോക്കസ് ചെയ്യേണ്ട, മറിച്ച് സ്വർഗത്തിലെ കാര്യങ്ങളും സ്വർഗത്തിലെ ഇപ്പം ബ്രദർ സംസാരിച്ചപ്പോ ഒരു ആത്മീയ അനുഗ്രഹങ്ങളും കാര്യങ്ങളും സ്വർഗത്തിലെ സന്തോഷം അതെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാതെ നമുക്ക് കർത്താവ് ചെയ്തതുപോലെ ദൈവത്തെ തന്നെ ഫോക്കസ് ചെയ്ത് ജീവിക്കാനായിട്ടാണ് ദൈവം വിളിച്ചേക്കുന്നത്. അതിന്റെ ഇടയിൽ പല കാര്യങ്ങളും ഒക്കെ വരും, അതൊന്നും നമ്മൾ നോക്കണ്ട എന്നുള്ള കാര്യം. അത് ദൈവം എന്നോട് സംസാരിച്ചു. ദൈവത്തിന്